ഹലോ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. നോമ്പ് തുറക്കണ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ചിക്കനും പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തതാണ്. അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് മിക്സഡ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഡ്രൈ ആയിട്ടുള്ള പാർസലിയാണ്. ഇത് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്ന നേരത്ത് നമുക്ക് മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നമുക്ക് ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോ ആണ്, അതുകൊണ്ട് 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോസ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് അളവിൽ നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ടേബിൾ സ്പൂണും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, കട്ട പിടിക്കാതെ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് എയർ ഫ്രയറിലാണ്. എയർ ഫ്രയർ നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് കുറച്ച് വെളുത്ത എള്ള് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ കുറച്ച് മൊസറല്ല ചീസ് ഇതിൽ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള പാർസലി കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള പാർസലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കുറച്ചും കൂടെ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രയർ ആണ്. ഇത് നമുക്ക് 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു 20 മിനിറ്റ്സ് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡും കൂടെ കുക്ക് ചെയ്തെടുക്കണം. അത് ഇതിൽ കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡും കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ നല്ല പിസ്സ പോലെയൊക്കെ ഇരിക്കും, പക്ഷേ അതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു റമദാൻ ടൈമിൽ ഈ സ്നാക്സ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.